എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകൾക്കെയും സ്വർഗം തുറന്നു. ഒത്തിരി പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി ചെയ്തു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദൈവം ഇറങ്ങി പ്രവർത്തിച്ച കാണുവാനിടയാക്കി. അനേകർ വിളിച്ച് അത്ഭുത സാക്ഷ്യങ്ങൾ പറഞ്ഞു. തുറന്നു വെച്ചു, നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണമേ. കാരണം എന്തിനാ? യേശു ജീവിക്കുന്നെന്ന് ഉറപ്പിക്കുവാൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അവൻ സ്റ്റിൽ ഹീ ഈസ് അലൈവ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മുടെ മേലൊന്ന് വിശ്വാസം വർദ്ധിക്കട്ടെ. ഒത്തിരി പേർക്ക് യേശുവിനെ കൊടുത്താട്ടെ. ഒത്തിരി പേർക്ക് ആ യേശുവിൻ്റെ സ്നേഹമൊന്ന് കൊടുത്താട്ടെ. ഈ നാളിൽ നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ എപ്പിസോഡ് നല്ലൊരു കൂട്ടായ്മ. ഇന്ന് വരെയും നിങ്ങൾ ഒറ്റപ്പെട്ട് വഴി തിരിഞ്ഞെവിടെയെങ്കിലും നടന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു കൂട്ടായ്മയിലേക്ക്, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്ക്, ആ പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക്, ആ പുത്രനോടുള്ള ആ പരിശുദ്ധൻ്റെ കൂട്ടായ്മയിലേക്ക്, ദൈവ മക്കളോടുള്ള കൂട്ടായ്മ ഒന്നിട്ട് ആ ദൈവരാജ്യം കർത്താവ് വരുമ്പോൾ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഒരു ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് തോളോട് തോൾ നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം ചില അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചിലതിൻ്റെ ശിരസ് മേൽ തന്നെ നിൽക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചിലൻ്റെ മേൽ ഇറങ്ങിക്കൊണ്ട് അത് അഭിഷേകം പെയ്തുകൊണ്ട് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലതിൻ്റെ മേൽ ശിരസ് ഉള്ളാൻ കാല് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധം തീ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ആത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകം. അത് തടുത്തു നിർത്താൻ കഴിയത്തില്ല. അത് ഒരു മനുഷ്യൻ നിർത്തുവാൻ കഴിയത്തില്ല. അന്ത്യനാളിൽ ദൈവം പറഞ്ഞ അന്ത്യനാളിൽ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിന് പകരം. ഈ നാളുകളിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് കൂട്ടായ്മയിലേക്ക് കടന്നു പോവാ. കൂട്ടായ്മയ്ക്കകത്ത് ദൈവസ്നേഹത്തിൻ്റെ കൃപയിൽ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നിൻ്റെ മേലെ ഒരു ശത്രു എടുക്കുക. ഇന്നലെ വരെ തകർത്തു കളയുവാൻ ഇല്ലായ്മയേക്കാൾ ദുഷ്ടൻ വാതു പറഞ്ഞിട്ട് ധൈര്യത്തോടെ പറയാൻ കഴിയണം, എൻ്റെ യേശു കൂടെ, ഞാൻ അവൻ്റെ കൂട്ടായ്മയിലാണ് നിൽക്കുന്ന, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിലാണ് നിൽക്കുക. അങ്ങനെ കൃപയിൽ നിൽക്കാനായിട്ട് ദൈവം വേണ്ടിയാക്കും നിൽക്കുന്നത്. അതുകൊണ്ട് എഫെസ്യർ ലേഖനത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്തതൊന്നും നിങ്ങളുടെ വായിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർ എന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് അത്ഭുതം. ഏത് വിഷയത്തിൻ്റെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒറ്റ കാര്യം ഞാൻ, നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ കർത്താവിനോടുകൂടെ ജീവിക്കണം, ഈ കർത്താവിനോടുകൂടെ വാഴണം, കർത്താവിനോട് വസിക്കണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം, കർത്താവിൻ്റെ കൂടെ നടക്കണം. അങ്ങനൊരു ആഗ്രഹവും ദാഹവും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ നിത്യത വരെയും കൊണ്ട്, നിത്യത വരെ പിൻപറ്റുന്നൊരു അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, നിത്യത വരെയും പിൻപറ്റുന്നൊരു അനുഗ്രഹം ദൈവം അത് ചെയ്യാൻ പോവാണ്. തുടർന്ന ദിവസങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു കോട്ടയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ സ്നേഹിതരും. ഞങ്ങൾക്ക് എപ്പോൾ വേണേൽ ഞങ്ങളെ വിളിക്കാം, ഫോണിൽ സംസാരിക്കും. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹം, ഒരു കുറവും വരാതെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തും. എന്നെ നടത്തിയ എൻ്റെ കർത്താവ്, എന്നെ അത്ഭുതകരമായിട്ട് നടത്തിയ കർത്താവ് നിങ്ങളെ നടത്തത്തില്ലയോ? ഒരു കാലം കൂടെ ഒരു ദൂത് കൂടെ പറഞ്ഞ് നിർത്തുവാനായിട്ടായിരുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ് യു. ആ യേശുവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് വിളിച്ചു പറയാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒന്ന് കുറിച്ചിട്ടാട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്ന, അതാ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മെസ്സേജ്. അത് ദൈവം തന്നു കഴിഞ്ഞു. ദൈവം സ്നേഹിച്ച പിന്നെന്ത് വേണം? ഇവകാരം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നി. നമുക്കോ അത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം പല ഭാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിന് നടുക്കം വന്നിരുന്ന് മെസ്സേജ് കേട്ടവർക്കായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞു. God bless you.